ഇന്ത്യ രാജ്യം സ്വതന്ത്ര പദവി നൽകി പലസ്തീന് 1974. 1975 ഡൽഹിയിൽ നയതന്ത്ര കാര്യാലയത്തിന് പലസ്തീൻ നയതന്ത്ര കാര്യാലയത്തിന് സ്ഥലം നൽകി. 88 PLOയുടെ നേതൃത്വത്തിൽ പലസ്തീൻ രാജ്യം രൂപീകൃതമായപ്പോൾ അതിനെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നും ഇന്ത്യയായിരുന്നു. അത്ര കണ്ട് ചരിത്രപരവും ദൃഢകരവുമായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. 1990 ഗാസയിൽ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയം നമ്മൾ തുറന്നു. 2006 അത് റവല്ലയിലേക്ക് മാറ്റി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 1984 ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി വെടിയേറ്റു മരിച്ചപ്പോൾ യാസർ അറാഫത്ത് ഡൽഹിയിലേക്ക് പാഞ്ഞു വന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ട നിലവിളി ലോകം മുഴുവൻ കണ്ടു. എനിക്കെൻ്റെ സഹോദരിയെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അറാഫത്ത് നടത്തിയ പ്രഖ്യാപനം. രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു അറാഫത്തിൻ്റെ സംസാരം. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി വിദേശ അമേരിക്കയിൽ സന്ദർശിക്കാൻ ചെന്നപ്പോൾ പാലസ്തീൻ അനുകൂല സംഘടനകളുടെ സഹോദരിമാർ അദ്ദേഹത്തെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായി വാഴ്ത്തി. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ രാജ്യത്തിന് ഇസ്രയേൽ പാലസ്തീൻ ബന്ധത്തിൽ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു എല്ലാ കാലത്തും. അത് മനുഷ്യത്വപരമായിരുന്നു, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിരുന്നു, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നയം എന്താണ് സഹോദരന്മാരെ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒത്തുതീർപ്പ് നടത്തിയെന്ന് പറയുന്നു. ഈ ഒത്തുതീർപ്പ് ഉണ്ടാകേണ്ടത് ചിലർക്ക് നോബൽ സമ്മാനം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടല്ല ഒത്തുതീർപ്പ് ഉണ്ടാകേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഒരു ഡിസൈനിലല്ല സമാധാനം ഉണ്ടാകേണ്ടത്, മനസ്സുകളിൽ നിന്നാണ്. സമാധാനം ഉണ്ടാകുമ്പോൾ അത് പലസ്തീനിൻ്റെ വേദനകൾക്കുള്ള പരിഹാരമായിരിക്കണം. ഗാസയിലെ കുഞ്ഞുങ്ങളുടെ നൊമ്പരങ്ങൾ ആത്യന്തികമായി അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം. എല്ലാ സമാധാനങ്ങളെയും നമ്മൾ പിന്തുണക്കുന്നു. നമ്മളൊരിക്കലും യുദ്ധത്തെ അനുകൂലിക്കുന്നവരല്ല. പക്ഷേ ഇന്ത്യ രാജ്യത്തിന് എല്ലാ കാലത്തും ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഞാനിന്നലെ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അഭിനന്ദിക്കുകയാണ് കരാറുണ്ടാക്കിയത്. അദ്ദേഹം ഇസ്രയേലിനെ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നയം എവിടെ പോയി? എവിടെ പണയം വെച്ചിരിക്കുകയാണ് മിസ്റ്റർ മോഡി ഇന്ത്യയുടെ സ്വതന്ത്രമായ വിദേശ നയം? ഇത് ജാതിയുടെയും മതത്തിൻ്റെയും കാര്യമല്ല, മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ്. മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം അതിക്രൂരമായി കൊലപ്പെടുത്തി, പൈശാചികത്വമെന്നോ കാട്ടാളത്വമെന്ന് പറഞ്ഞാൽ പിശാചുക്കളും കാട്ടാളന്മാരും അവർ പോലും രചിക്കുന്ന രീതിയിലുള്ള അതിഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടിട്ടും ആ രാജ്യത്തിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയാത്തവരായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറിയാൽ അതെങ്ങനെ ഒരു സാധാരണ ഇന്ത്യക്കാരൻ സഹിക്കാൻ കഴിയും? ഇത് പറയുമ്പോൾ സംഘപരിവാറുകാർക്ക് വേറെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാമായിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ വ്യാഖ്യാനമുള്ളൂ, അത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വ്യാഖ്യാനമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചത് ലോകത്തിലെ മനുഷ്യാവകാശം ഉയർത്തിപ്പിടിക്കുക, അതിൽ പലസ്തീനിൻ്റെ സ്വയംഭരണത്തിനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ കാലത്തും എടുത്തിരിക്കുന്നത്. അതിന് തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമില്ല, അതിന് ജാതിമത സങ്കുചിത താല്പര്യമില്ല. മറിച്ചത് മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം സങ്കടകരമാണ്. പെട്ടെന്ന് കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ടുള്ള ഒരു സമാധാന കരാറിനെ അഭിനന്ദിക്കാൻ എടുത്തു കാണിച്ച ആ വ്യഗ്രത, ഞാനത് അവിടെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുമ്പോഴും പലസ്തീനെ തകർക്കുമ്പോഴും ഇന്ത്യക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ യഥാർത്ഥ ശബ്ദം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ രാജ്യത്തിനുണ്ടാകുമായി വേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമുക്ക്
ഞാൻ വളരെ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ചടങ്ങുകളെല്ലാം കൂടെ മാറ്റി വെച്ചിട്ടാണ് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നത്. എനിക്ക് അടിയന്തരമായിട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് മുസ്ലിം ജമാഅത്ത് എല്ലാ ജമാഅത്തുകളുടെയും ആളുകൾ ഒന്നിച്ചു വന്നതിന്, ഈ വലിയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യത്തിലെ മുഴുവൻ ജനാധിപത്യ ശക്തികളും നിങ്ങളോടൊപ്പം ഉണ്ട്. നാട്ടിൽ മനുഷ്യാവകാശം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും. കേവലം വിഭജന രാഷ്ട്രീയം മാത്രം കൈമുതലാക്കി രാജ്യത്ത് എന്ത് കണ്ടാലും അതിൽ വർഗീയത മാത്രം കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് കണ്ടാൽ അലർജി ഉണ്ടാകുമായിരിക്കാം. പക്ഷേ ഇത് ലോകം ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ വീതിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് അന്തിമമായിട്ടുള്ള ശാശ്വതമായ സമാധാനം പലസ്തീൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ത്യക്കാരന് ഇന്ത്യയിൽ അവകാശമുള്ളതുപോലെ ബ്രിട്ടീഷുകാരന് ബ്രിട്ടീഷിൽ അവകാശമുള്ളതുപോലെ ഫ്രഞ്ചുകാരന് ഫ്രാൻസിൽ അവകാശമുള്ളതുപോലെ പലസ്തീൻ ജനതയ്ക്ക് അവിടെ അവകാശമുണ്ടാകണം, പലസ്തീനുകാർക്ക് അവിടെ അവകാശമുണ്ടാകണം എന്നുള്ള ന്യായമായ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ട കാര്യമില്ല. നയമാണ് നമ്മളെല്ലാ കാലത്തും കൈമുതലാക്കിയിട്ടുള്ള അടിസ്ഥാനപരമായ പ്രമാണങ്ങളിലൊന്നാണ്. അപ്പോൾ അതിന് ലോക പോലീസാകാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും കളിപ്പാട്ടമാണോ ഇത്തരം രാജ്യങ്ങൾ? സ്വന്തം കളിപ്പാട്ടം കളിക്കുന്നത് പോലെ ആളുകൾ ഈ രാജ്യത്തിൻ്റെതായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, ആ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അവകാശം, യുദ്ധം നിർത്താനുള്ള അവകാശം, ഇതെല്ലാം തങ്ങൾക്കാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അവിടെയൊക്കെ ധൈര്യമായി അഭിപ്രായം പറഞ്ഞവരാണ് ഇന്ത്യ. എത്ര നാള് പലിലിട്ട് കുത്തിയിട്ടും കരാറിൻ്റെ പേരിൽ തീരുവ ഏർപ്പെടുത്തിയിട്ട് അപമാനിച്ചിട്ടും ട്രംപിനോടൊരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത ആളുകൾ ഈ രാജ്യം ഭരിക്കുന്നുവെന്ന് കാണുന്നതിൽ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് മുമ്പിൽ കവാത്ത് മറക്കുന്നവരാണോ ഇന്ത്യൻ ഭരണാധികാരികൾ? അങ്ങനെ ആയിരുന്നോ? ആയിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് നമ്മൾ ബഹുമാനിക്കും അതിൻ്റെതായ രീതിയിൽ. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അവരെത്രമാത്രം ഇന്ത്യയെ നിന്ദിച്ചാലും എത്രമാത്രം മോശമാക്കിയാലും ഒന്നും